ഹലോ എവ്രി വൺ. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി കുറേ രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തെന്നാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ, അതാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഓർ പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ എന്ന് പറഞ്ഞാൽ മതി. പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ചെയ്തായിരുന്നു ഡൈപോളിൻ്റെ, ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ട് ചാർജസ് എടുത്തു, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്. ഇതാണ് ഡൈപോൾ എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് 2a എന്ന് എടുത്തിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു, പിന്നെ ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? അത് ആക്സിയൽ ലൊക്കേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലൊക്കേഷൻ. നിങ്ങൾ ആ പ്രൂഫ് ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കുന്നില്ലാന്നുണ്ടെങ്കിൽ ഗോ ബാക്ക് ആൻഡ് സീ ഇറ്റ്, അത് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ലെറ്റ്സ് സേ ഈ നോക്കി, ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഇൻ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണെങ്കിലുള്ള ഇടങ്ങേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഇതിൻ്റെ കേസിനകത്ത് ഇങ്ങോട്ടത്തേക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഞാൻ അവിടെ ഒരു 1 coulomb ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടത്തേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് ഡ്യൂ ടു പ്ലസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടത്തേക്കായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സംവെയർ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഇല്ലേ, അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ചെയ്യാൻ പറ്റും, പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ആംഗിൾസ് അത്ര ഹോൾ നമ്പേഴ്സായി കിട്ടില്ല. അതൊരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും നടക്കുക അത്. സോ ആ ഒരു പോയിന്റിൽ അത് ഈ വെക്ടോറിയൽ രീതി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. ബട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി പെർ കുളോംബാണ്. എനർജി എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. നമ്മളത് തമ്മിലുള്ള ആംഗിളോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ അത് V എന്ന് പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ -dV/dx. ഓക്കെ, അതായത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? dV/dx ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ V എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇന്നലെ പറഞ്ഞു F.ഡോട്ട്, അതായത് W എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ F.dr ആണ്. ഈ ഒരു കേസ് എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ F/Q എടുത്തു. ഓക്കെ, ഫോഴ്സ് പെർ, സോ /Q എടുത്ത് അതാണ് വോൾട്ടേജ്. F/Q എന്ന് പറഞ്ഞാൽ അതാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ E.dr എന്ന് കിട്ടി. ഓക്കെ, സോ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ ആണല്ലോ, അതായത് സംതിങ് വെൻ ഇൻ്റഗ്രേറ്റഡ്, അതായത് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? നമ്മൾ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ചെയ്യുക? ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡെറിവേറ്റീവ് ആണ്. ഈ ഫംഗ്ഷനെ, ഏതോ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടി എന്നുള്ള രീതിയിലാണ് പറയുക. മനസ്സിലായില്ലേ? അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിത് കിട്ടും. സോ അത് ആ ഒരു ഐഡിയ, അതായത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ് ആവുന്നുള്ള ഐഡിയ ആണ്. സോ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്തേക്ക് പോയി നോക്കാവുന്നതാണ്. സോ അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. സോ ഈ ഒരു കേസിനകത്ത് ഇപ്പോൾ ഇതൊരു സിംഗിൾ ഡയറക്ഷണൽ ആസ്പെക്റ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ഷൻ ആസ്പെക്റ്റ് ഉണ്ട്. ഇതിപ്പോൾ X ആക്സിസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു I ക്യാപ് എന്ന് പറഞ്ഞൊരു ടേം വരും ഇവിടെ. മനസ്സിലായോ? ഇതിപ്പോൾ ഒരു ലെറ്റ്സ് സേ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിന് നമ്മൾ ഇതിനൊരു വേറൊരു രീതിയിലാണ് പറയുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ല അതൊരു സിലബസിൽ. സോ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. -dV/dx എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് പൊട്ടൻഷ്യൽ വഴി കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ്. ആ ഒരു വേരിയബിൾ വെച്ചിട്ട് നമുക്ക് dV/dr എന്നോ dV/dx എന്നോ അത് നിങ്ങൾക്ക് ഏത് രീതിയിലാച്ചാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, അതാണ് പവർ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ആ ഒരു ഐഡിയൻ്റെ പവർ. അപ്പോൾ ഈ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ സിംപ്ലിസിറ്റി. നമുക്ക് കണ്ടുപിടിക്കാം ഇലക്ട്രിക് ഫീൽഡ്, പക്ഷേ അത് കുറച്ചുകൂടെ സിംപ്ലർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ നമുക്ക് നോക്കാം ഈ ഒരു പ്രൂഫ്. ഓക്കെ, ഈ പ്രൂഫ് അഗെയിൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഈ ഒരു ചെറിയ സംഭവം കൂടെ കളഞ്ഞേക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. അപ്പോൾ നമുക്കൊരു ചാർജ് ഉണ്ട് ഇവിടെ, +Q ചാർജാണ്. ഓക്കെ, ഈ +Q ചാർജ് ലെറ്റ്സ് സേ ഇതാണ് +Q ചാർജ്. ഇവിടെ -Q ചാർജ് ഉണ്ട്. ഓക്കെ,
ഇനി ലെറ്റ്സ് ഈ ഒരു പോയിന്റിലാണ് എനിക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇത് ഞാൻ വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് വെച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒറിജിൻ. ഇതെന്ന് പറയുന്നത് അപ്പോൾ 0A എന്ന് പറഞ്ഞ പൊസിഷനിലായിരിക്കും, -A. ഇത് 0A എന്ന് പറഞ്ഞ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് +A ആണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ A ആണ്, ഇത് A ആണ്. ഓക്കെ, ഇനി ഞാൻ ഡിസ്റ്റൻസ് വരയ്ക്കാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 ആണ്. എനിക്ക് വെക്റ്റർ എടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത്, കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന എന്താ സ്കെയിലേഴ്സ് കൊണ്ടാണ്. പക്ഷേ വെക്റ്റർ നമ്മൾ കൈൻഡ് ഓഫ് ഒരു രീതിയിൽ അനലോജിക്ക് യൂസ് ചെയ്യും. കുറച്ച് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് R2 ആണ്. ഓക്കെ, R2 ആണ്. ഇനി ഫ്രം ദിസ് സെൻറ്റർ, അതായത് ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്ക് A എന്ന് പറഞ്ഞിട്ട് അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആംഗിളാണ് തീറ്റ. ഈ ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. R1 എന്താണ്, R2 എന്താണെന്ന് നമുക്ക് എഴുതാം. ഇനി അതിന് മുൻപായിട്ട് പൊട്ടൻഷ്യൽ അറ്റ് പി എങ്ങനെ നമ്മൾ എഴുതുക? പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് എഴുതിപ്പോയി. നമ്മൾ ഇത്രയും നേരം ഇലക്ട്രിക് ഫീൽഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് സമയം എടുക്കുന്നു മാറാൻ. ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇപ്പോൾ പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡ്യൂ ടു പ്ലസ് ക്യൂ. സോ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പ്ലസ് ക്യൂ പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൈനസ് ക്യൂ. ഇങ്ങനെ എഴുതാമല്ലോ. അതെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പ്ലസ് ക്യൂ എഴുതാം. സിമ്പിളാണ്. 1/4πε0 ക്യൂ ബൈ എന്താ ഡിസ്റ്റൻസ് എത്രയാ? R1. ക്യൂ ബൈ R1 പ്ലസ് 1/4πε0 ക്യൂ ബൈ R2 എന്നിട്ടാം. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഒന്ന് കോമൺ ആക്കി എഴുതി കഴിഞ്ഞാൽ 1/4πε0 1/R1. ആൻഡ് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഇതിനകത്ത് നോക്കി, ഈ ക്യൂ എന്ന് പറയുന്നത് എന്തെന്നാ? ഈ ക്യൂ എന്ന് പറയുന്നത് എന്തെന്നാ? നെഗറ്റീവ് ചാർജാണ്. സോ അത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും ഉണ്ടാക്കുക. സോ അത് മറന്നു പോരുത്. ഞാനിപ്പോൾ ഈ ഒരു കേസിനകത്ത് ഓർത്ത്, സോ ഇറ്റ്സ് 1/R2. ഓക്കെ, സോ ഇത് നെഗറ്റീവ് ചാർജ് ആണ്. ഞാൻ എഴുതിയ സമയത്ത് ഇത് ഇവിടെ പ്ലസ് ആണ് എഴുതിയത്. സോ ഈ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് എൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അതിനെ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ R1 ഉം R2 എഴുതണം. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇപ്പോൾ ഈ പ്രൂഫിനകത്ത് ഇത്ര എഴുതാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇത് ആഡ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. നമ്മുടെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ്റെ കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി R1 എന്താണെന്ന് എഴുതാം. സോ R1 എന്താ നോക്കി. ഇപ്പോൾ ഇതൊരു വെക്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്താൽ R1 എന്തായിരുന്നു? ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് ഇതാണ് R1 വെക്റ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ വെക്റ്റർ ഉണ്ട്, A വെക്റ്റർ ഉണ്ട് നോക്കുക. എന്നിട്ട് ഇതുമുണ്ട്. ഇതെന്ന് പറയുന്നത് R വെക്റ്ററാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ നോക്കി നോക്ക്. ഇപ്പോൾ ഇത് പ്ലസ് ഇത് അല്ലേ, ഇത് നോക്കി നോക്ക്. അതായത് ഇതും ആഡ് ചെയ്താലല്ലേ ഈ വെക്റ്റർ കിട്ടുക, അല്ലെങ്കിൽ തിരിച്ചു ചിന്തിച്ചാലും മതി. ഈ വെക്റ്റർ പ്ലസ് ഈ വെക്റ്റർ അല്ലേ ഈ വെക്റ്റർ എന്ന് പറയുന്നത്? ചിന്തിച്ച് നോക്ക്. ഞാൻ ഒന്നുകൂടെ റീഡ്രോ ചെയ്യാം. ഇപ്പോൾ ഈ കേസിനകത്ത് ഒന്നുകൂടെ നോക്കിക്കോളൂ. ഈ കേസ്, അതായത് ഈ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് നോക്ക്. അതായത് ഈ വെക്റ്റർ, ഇതാണ് A എന്ന് പറയുന്ന വെക്റ്റർ, പ്ലസ് ഈ R1 വെക്റ്റർ ഉണ്ട്. അതല്ലേ നമ്മുടെ R വെക്റ്റർ എന്ന് പറയുന്നത്? നോക്കി അല്ലേ? സോ എനിക്ക് R1 വെക്റ്റർ അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? R - A എന്ന് എഴുതാൻ പറ്റും. സോ R - A. അപ്പോൾ ഈ ഒരു കേസിനകത്ത് R - Aൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ R വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? R1 വെക്റ്റർ എന്ന് പറഞ്ഞാൽ R - A വെക്റ്റർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, R - A വെക്റ്റർ എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എടുക്കുക? മാഗ്നിറ്റ്യൂഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാരലോഗ്രാം ലോയർ വെക്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റോ എടുക്കാം. അപ്പോൾ ആ സമയത്ത് അത് ചെയ്യുന്ന സമയത്ത് R സ്ക്വയർ പ്ലസ് A സ്ക്വയർ, ഇത് മൈനസ് ആണ്. സോ 2AR cos θ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്ര എഴുതുക. ഇനി R2 എന്താ നോക്കി. ഇനി R2ൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് R2. ഓക്കെ, ഇനിയിപ്പോൾ ഇതല്ല R2 വെക്റ്റർ എന്ന് പറയുന്നത് ഈ വെക്റ്റർ പ്ലസ് ഈ വെക്റ്റർ, അതായത് ഈ R വെക്റ്റർ പ്ലസ് A വെക്റ്റർ ആണ് എന്ത്?
നമ്മുടെ R2 വെക്റ്റർ. ഓക്കെ ഇത് പ്ലസ് ഇതാണ് ഇത് അല്ലേ, നമ്മുടെ ട്രയാങ്കുലർ ലോ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് R2 എന്തെഴുതാൻ പറ്റും, R പ്ലസ് എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലേക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് R² പ്ലസ് A² പ്ലസ് 2AR കോസ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഇത് കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുക, അത്രമാത്രമാണ് മെയിനായിട്ട്. ഇനി ഇതിൽ നിന്ന് ഞാനിപ്പോൾ R² കോമൺ ആക്കി എടുത്തു. അപ്പോൾ R² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് R² ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നാണ് വരിക. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കണം, R² എന്ന് പറയുന്നത് ഇത് നമ്മുടെ പാരലോഗ്രാം ലോ വെക്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റോ യൂസ് ചെയ്യാം. സോ ഇത്രയും. സോ R² കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വയ്ക്കുക, 1 പ്ലസ് A² ബൈ R², ഇതിനകത്ത് മൈനസ് ആണ്, മൈനസ് 2AR കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 2A കോസ് തീറ്റ ബൈ ആർ എന്ന് വരും. മനസ്സിലായോ? ഇനി ഈക്വൽ ടു R² എന്ന് ഇവിടുന്ന് കോമൺ എടുത്തു, 1 പ്ലസ് A² ബൈ R² പ്ലസ് 2A കോസ് തീറ്റ ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇത്രയും എഴുതുക. A² നിങ്ങൾ നോക്കി A എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ തമ്മിലുള്ള 2A ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അത് വളരെ ചെറുതാണ്. അതായത് ഈ ഡൈപോൾ നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്ത സമയത്ത് ഈ ലെങ്ത് എപ്പോഴും നമ്മൾ ചെറുതായിട്ട് കൺസിഡർ ചെയ്യുക, കമ്പയർ ടു എന്ത്, ഡിസ്റ്റൻസ് ടു ദ പോയിന്റ്. R1 R2 കമ്പയർ ചെയ്യുന്ന സമയത്ത് A വളരെ ചെറുതായിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു ടേം ഓയിൻ്റെ ആ ചെറുതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ പിന്നെയും ചെറുതാവും. മനസ്സിലായോ? പിന്നെ അതിനെ അഗൈൻ ഡിവൈഡഡ് ബൈ R² ആണ്, അപ്പോൾ പിന്നെ അത് ചെറുതാവും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, R1 എന്ന് പറയുന്ന സംഭവം അപ്രോക്സിമേറ്റ്ലി എനിക്ക് എഴുതാൻ പറ്റും. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം ബോത്ത് സൈഡ്സ്. അപ്പോൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് R ആൻഡ് ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യാണ്, ഈ രണ്ട് ടേംസിനെ നമ്മൾ കളയാണ് അപ്രോക്സിമേറ്റ് ആയിട്ട്. അതിനെ നമുക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ A² എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, അതിനെ ഡിവൈഡഡ് ബൈ അഗൈൻ R² മറ്റ് വലിയ ടേമാണ്. അപ്പോൾ അത് പിന്നെയും ചെറുതാവുകയാണ് ചെയ്യുക. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടേം കളയാം. സോ 1 മൈനസ് 2A കോസ് തീറ്റ ബൈ ആർ എന്ന് വരും. R1 അതാണ്. R2 എന്ത് വരും, R മൾട്ടിപ്ലൈഡ് ബൈ, ആൻഡ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു, സോ 1/2 ആണ്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1/2 എന്ന് വരും. സോ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത്. സോ 2A, സോ 1 പ്ലസ് 2A കോസ് തീറ്റ ബൈ ആർ എന്ന് വരും. ഓക്കെ, ഇതിനും നമുക്ക് സ്ക്വയർ റൂട്ട് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് പോവാം, കുറച്ച് മുകളിലേക്ക് പോവാം. സോ ലെറ്റ് സി. സോ ഇവിടെ എത്തി നമ്മൾ. സോ ലെറ്റ് മൂവ് ഓൺ. ഈ ഒരു കേസിനകത്ത് നിങ്ങൾ നോക്ക്. ഇനി ബാക്കിയുള്ള ഇനി ഇപ്പോൾ R1 R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ആദ്യം തന്ന ആ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 1/R1 നമുക്ക് 1/R1 എഴുതാം. 1/R1 എന്ന് പറയുന്നത് എന്താ, അപ്പോൾ ഇത് 1/R, ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഈ ഒരു ടേം മൊത്തത്തിൽ. സോ 1/R അത് അങ്ങനത്തെ എഴുതാം. ഇതിന് ഞാൻ ഈ ഒരു വേറെ ഫോമിൽ എഴുതുന്നത്, ഇത് താഴത്തേക്കാണ് വരിക. സോ ഇതിന് ഞാൻ 1 മൈനസ് 2A കോസ് തീറ്റ ബൈ ആർ ഹോൾ ടു ദ പവർ മൈനസ് 1/2 എന്ന് എഴുതി. ഓക്കെ, 1/R2 എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഞാൻ 1/R എന്ന് എഴുതി. പിന്നെ 1 പ്ലസ് 2A കോസ് തീറ്റ ബൈ ആർ ഹോൾ ടു ദ പവർ മൈനസ് 1/2 എന്ന് എഴുതി. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ ഇപ്പോൾ 1 പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട്, അതായത് ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേനയ്ക്ക് 5 രൂപയുണ്ട്. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ പേനേൻ്റെ വില എന്ന് പറയുന്നത് 7 രൂപയായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻക്രീസ് ഇൻ പ്രൈസ് അല്ലേ, അത് എത്ര രൂപയാണ് കൂടിയത്, 2 രൂപയാണ് കൂടിയത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസ് എത്രയാണ്, dp/dy. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇൻക്രീസ് ഇൻ പ്രൈസ്, സ്മോൾ ഇൻക്രീസ് ഇൻ പ്രൈസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇയർ. ഒരു ഇയറിൽ എത്ര കൂടി, അതാണ് ഇത്. ഞാൻ dp/dy നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം എത്ര രൂപ കൂടി, അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷം എത്ര കൂടി നിങ്ങൾ എഴുതാൻ പറ്റും. dp/dy ഇപ്പോൾ 3 വർഷത്തേക്കാണെങ്കിൽ ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ ചേഞ്ച് ഇൻ
പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഇയർ. ആ ചേഞ്ച് എത്ര ലാർജർ ഒരു ഇയർ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ കേസിനകത്ത് നമുക്ക് പറയാം 6 രൂപ കൂടും. ഓക്കെ, ആദ്യം 5 രൂപ ഉള്ളത്, പിന്നെ അപ്പോൾ ഇപ്പം എത്രയായി? 5 + 6 11 രൂപയായി. ഓക്കെ, അതായത് ഇപ്പം 2 രൂപ കൂടി, പിന്നെ 9 രൂപ കൂടി, 11 രൂപ കൂടി. അപ്പോൾ അതിന് എഴുതുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഫസ്റ്റ് എന്താ? ഇനീഷ്യൽ പ്രൈസ്, അത് 5 ഇനീഷ്യൽ പ്രൈസ് ആണ്. ഇനീഷ്യൽ പ്രൈസ് ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയത്? ചേഞ്ച്, എത്ര ചേഞ്ച് ചെയ്തു പെർ ഇയർ മൾട്ടിപ്ലൈഡ് ബൈ ദ എത്ര ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു കേസിനകത്ത് നിങ്ങൾക്ക് ആദ്യം എത്രയായിരുന്നു? വെൻ n is equal to 0, when n equal to 0, sorry, n equal to 0, x equal to 0, ഈ ഒരു കേസിനകത്ത് x equal to 0 എന്ന് പറഞ്ഞ കേസിനകത്ത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 to the power n ആണ്, 1 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കാം, അതായത് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ n into 1 plus x whole to the power n minus 1 എന്ന് വരും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ n x raised to n minus 1, n into x to the power n minus 1 എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യലാണ് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കേസിനകത്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് എന്താ കിട്ടുക? n കിട്ടും. അതുപോലെ തന്നെ ദ ചേഞ്ച് ദാറ്റ് കോസ്റ്റ്, എത്ര മുമ്പോട്ടത്തേക്കാണ് നമ്മൾ പോകുന്നതിനെ നമുക്ക് x എന്ന് വിളിക്കാം. അങ്ങനെയാണ് 1 പ്ലസ്, ഈ ഒരു കേസിനകത്ത് 1 പ്ലസ് എൻ എക്സ് എന്ന് പറയാം. ഓക്കെ, 1 പ്ലസ് എൻ എക്സ് എന്ന് പറയാം. ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിനകത്താണെങ്കിൽ ജസ്റ്റ് അവരിങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ 1 പ്ലസ് എൻ എക്സ് അപ്രോക്സിമേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും ഈ ഫംഗ്ഷനെ അങ്ങനെയെന്ന്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1 പ്ലസ് എൻ എക്സ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ വേരിയബിൾ എന്ന് പറയുന്നത്, ഈ ടോട്ടൽ സാധനമാണ് 2a കോസ് തീറ്റ എന്നുള്ള സംഭവമാണ്. r എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എൻ എക്സ്. അപ്പോൾ n എന്താ? -1/2 ആണ്. ഓക്കെ, -1/2. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ 1/r1 നമുക്ക് ഒരു വേറെ ഫോമിൽ എഴുതാൻ പറ്റും. 1/r ഇൻറ്റു ഇത് ഉള്ളിലേക്ക് 1/2 എന്ന് പറഞ്ഞ് വരും. ഇത് ഇപ്പോൾ 1 പ്ലസ് എന്ന് വരും, ഇത് 1 പ്ലസ് എന്ന് വരും, കാരണം നെഗറ്റീവ് ആവും. എൻ എക്സ് എന്ന് വരും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്. -1/2 മൾട്ടിപ്ലൈഡ് ബൈ ദ ഹോൾ തിങ്. മനസ്സിലായോ? അതെന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? a cos തീറ്റ ബൈ r എന്ന് വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 1/r2 എന്ന് പറയുന്ന സമയത്ത് 1/r അത് അതേപോലെ തന്നെ ഉണ്ടാവും. ഇത് 1 മൈനസ് a cos തീറ്റ ബൈ r. അപ്പോൾ നമുക്ക് ഇതും കൊണ്ടുള്ള ഗുണം കിട്ടിയ എന്തെന്നാ? ആ എക്സ്പോണന്റ് ഡ്രോപ്പ് ആയി. ഇനി നമുക്കിപ്പോൾ 1/r1 ഉണ്ട്, 1/r2. ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇതിനി മുകളിലുള്ള നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കി നോക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതിലേക്ക് r1ഉം r2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ എഴുതാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനകത്ത് നിങ്ങൾ നോക്ക്, ഒരു ടേം ഇവിടെ മിസ്സിംഗ് അല്ലേ? നോക്ക്, ഇവിടെ ഒരു ടേം മിസ്സിംഗ് ആണ്. അതായത് ഈ ക്യൂ ഇല്ലേ, ഈ ക്യൂ ഞാൻ കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. സോ ഈ ക്യൂ ഇവിടെ വന്നു, അത് നിങ്ങൾ മറക്കരുതേ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടേം അവിടെ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് q/4πε0 1/r1 മൈനസ് 1/r2. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം q/4πε0 1/r1 എന്താ? അതായത് 1/r. ഇതിന് എനിക്കൊരു കാര്യം എടുക്കാം. ഈ 1/r 1/r രണ്ടെണ്ണത്തിന് അതുണ്ട്. എനിക്ക് ആക്ച്വലി പുറത്തേക്ക് എടുക്കാം, അത് കുറച്ചുകൂടെ സിംപ്ലർ ആയിരിക്കും. അതെനിക്ക് ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 1/r, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. 1 പ്ലസ് a cos തീറ്റ ബൈ r. ഓക്കെ, അത് ദെൻ മൈനസ് ഇത് 1 മൈനസും പ്ലസ് ആവും. സോ a cos തീറ്റ ബൈ r എഴുതി. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ ബാക്കി നോക്കാം. സോ ഇതിൻ്റെ കേസിനകത്ത് q/4πε0 1/r ഇൻറ്റു, സോ 1 ക്യാൻസൽ ആയി. സോ ഇത് രണ്ടും ആഡപ്പ് ആവും. സോ 2a cos തീറ്റ ബൈ r എന്ന് വരും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. q ഇൻറ്റു 2a എന്ന് പറയുന്നത് എന്താ? q ഇൻറ്റു 2a അതാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റ് p.
നമുക്ക് ഇതിനകത്ത് എൻ്റെ സ്കെയിലർ ഫോം എടുക്കുന്നുള്ളൂ. സോ അതങ്ങനെ തന്നെ വെക്കാം. സോ ഇതെന്ന് പറയുന്നത് q ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ പി ആണ്. സോ 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി, നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നിങ്ങൾ നോക്കി നോക്കുക. ആദ്യം മുതൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മൊത്തത്തിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കും ചെയ്യാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യാവേ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. സോ ഓരോന്നോരോന്നായി നോക്കാം. ഞാൻ ആദ്യം പോലെ പറയാം, ഇത് ഇമ്പോർട്ടൻറ്റ് പ്രൂഫാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ +q ചാർജ് വെച്ചു. എവിടെ? 0a എന്ന് പറഞ്ഞാൽ നമ്മൾ y കോർഡിനേറ്റിലാണ് ചെയ്യുന്നത്. 0a എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചു. -q ചാർജ് വെച്ചു 0 - a എന്ന് പറഞ്ഞ പോയിന്റിലേക്ക്. അറ്റ് പോയിന്റ് പി ആണ് നമുക്ക് പൊട്ടൻഷ്യൽ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ പോയിന്റ് പി പൊട്ടൻഷ്യൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു +q, പൊട്ടൻഷ്യൽ ഡ്യൂ ടു -q ആഡ് ചെയ്താൽ മതി. അപ്പോൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 q/r ആണ്. അതായത് q/r, ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് r എന്ന് പറയുന്നത്. സോ q/r1. ദെൻ ഇത് നമുക്ക് നെഗറ്റീവ് ചാർജിൻ്റെ ആണ്, അത് മറ്റേ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. സോ -1/4πε0 q/r2 എന്ന് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്തതെല്ലാം ബാക്കി ഈ ഒരു കേസാണ്. ആക്ച്വലി ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. ഈ ട്രയാങ്കിളിനകത്ത് നിങ്ങൾക്ക് നോക്ക്, r1 എന്ന് പറഞ്ഞാൽ r-a ആണ്. അതായത് ഇതല്ലേ വലിയ സൈഡ്, ഇത് ചെറിയ സൈഡാണ്. അപ്പോൾ ഈ സൈഡ് പ്ലസ് ഈ സൈഡാണ് ഈ സൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ അത്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സൈഡിനെ ഈ സൈഡ് മൈനസ് ഈ സൈഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് പ്ലസ് ഈ സൈഡാണ് ഈ സൈഡ്. അപ്പോൾ r+a വരിക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, നമുക്ക് ഇതിൻ്റെ ഡയറക്ഷണൽ ആസ്പെക്റ്റ് ഒന്നും വേണ്ട. അത് ഇതിനെ ജോമെട്രിക്കലി നോക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇത് -2a cos θ, ഇത് +2a cos θ ആയി. പിന്നെ അപ്രോക്സിമേഷൻസ് ആണ് ബാക്കി നടന്നത്. അപ്രോക്സിമേഷൻ ബാക്കി നടക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് നോക്കി നോക്ക്. ഈ ഒരു കേസ് എടുത്തു, നമ്മൾ ഈ ടേം ഇഗ്നോർ ചെയ്തു, കാരണം ഇത് ചെറിയൊരു ടേം ആയതുകൊണ്ടാണ് ഇത് ഇഗ്നോർ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസ് 1+x⁴n നെ 1+nx നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഈ രീതിയിൽ എഴുതി 1+ ഇത് ഈ രീതിയിലാക്കി ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് 1/r1 1/r2 എഴുതി മാറ്റി, കാരണം അതിൻ്റെ എക്സ്പോണൻസ് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു കേസിലേക്ക് എത്തി. ഇനി നിങ്ങൾ ഇതിന്ന് ആക്ച്വലി നമുക്ക് നേരത്തെ റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേസിനകത്ത് ഇപ്പോൾ ആക്സിയൽ ലൊക്കേഷനും ഇക്വറ്റോറിയൽ ലൊക്കേഷനിലേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആക്സിയൽ ലൊക്കേഷൻ ആവുന്ന സമയത്ത് ആംഗിൾ എന്തായിരിക്കും നിങ്ങൾക്ക് നോക്കാം. ആക്സിയൽ ലൊക്കേഷൻ ആവുന്ന സമയത്ത് ആംഗിൾ എത്രയാവും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഈ ഫിഗറിനകത്ത് ഞാൻ -q, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ആംഗിൾ എന്തായിരിക്കും? 0 ഡിഗ്രീസ് ആയിരിക്കും. 0 ഡിഗ്രി cos 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? cos 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. എന്നിട്ട് ബാക്കിയെല്ലാം ആ രീതി തന്നെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ആ വഴിക്ക് അങ്ങ് പൊക്കോളും. സോ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പ്രൂഫ്. ഓക്കെ, സോ ഇതൊന്ന് ചെയ്തു നോക്കുക. ഇത് മൾട്ടിപ്പിൾ സമയത്ത് ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. സോ സീ ഗൈസ്.